മാം, ദഹന പ്രക്രിയയിൽ പ്രോബയോട്ടിക് ഘടകം എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആകുന്നത്? പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്, മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയ, ഈസ്റ്റ്, അതുപോലെയൊക്കെ നമ്മുടെ ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, അതാണ് പ്രോബയോട്ടിക്സ്. 2 കാറ്റഗറി ഉണ്ട്. നമ്മുടെ ദഹന പ്രക്രിയ മോശമാക്കുന്ന കാറ്റഗറി ഉണ്ട്, പക്ഷെ അതിന് നമ്മൾ പ്രോബയോട്ടിക്സ് എന്നല്ല പറയുന്നത്. അപ്പോൾ ഈ ഹെൽത്തി നമ്മുടെ ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോബയോട്ടിക്സ് ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് കഴിഞ്ഞാൽ പുളിപ്പിച്ച ഭക്ഷണത്തിലാണ് പ്രോബയോട്ടിക്സ് ഉള്ളത്. പുളിപ്പിച്ച പറഞ്ഞാൽ ഫെർമെന്റഡ് ഫുഡ്. അപ്പം അതിന് നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ തൈര്, മോരൊക്കെയാണ് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കൂടാണ്ട് ഇപ്പം നമുക്ക് ഒരുപാട് നമുക്ക് മാർക്കറ്റിൽ കേഫർ, കിംചി എന്നൊക്കെ പറഞ്ഞിട്ട് പിക്കിൾഡ് വെജിറ്റബിൾസ് ഉണ്ട്, ഉപ്പിലിട്ട വെജിറ്റബിൾസ്, അങ്ങനത്തെയൊക്കെ കുറേ പ്രിപ്പറേഷൻ. ഓരോ കൺട്രിക്കും അതിൻ്റെതായ പ്രിപ്പറേഷൻ ഉണ്ട്. ഇപ്പോൾ കൊറിയനാണ് കിംചി, ഇപ്പം നമ്മൾ യൂറോപ്പിൽ പോകണമെങ്കിൽ അവിടെയാണ് സോർക്രോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ കൺട്രിയുടെ അവരുടേതായ പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫുഡിനകത്ത് അത്യാവശ്യം ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്, നമ്മൾ എന്തിനാണ് പുളിപ്പിക്കുന്നത്, അതിനകത്ത് ഇങ്ങനെ മാവൊക്കെ പൊളിപ്പിക്കുന്നതല്ലേ അല്ലേ, ഇങ്ങനെ പൊങ്ങി വരും, സോഫ്റ്റ് ആവും, ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈസ്റ്റ് ഇട്ട് നമ്മൾ അപ്പം മാവത്തിനകത്ത് ഈസ്റ്റ് ഇടുമല്ലോ പുളിക്കാൻ. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ആ ഫുഡ് ബ്രേക്ക് ഡൗൺ ആവും ആ സമയത്ത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഈ ഒരു ഓർഗാനിസം അതിനെ പകുതി ഡൈജസ്റ്റ് ചെയ്ത്, ഇനി ബാക്കി നമ്മൾ ഡൈജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡിലും ഇതെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഈ ഓർഗാനിസംസ്. മെയിനായിട്ട് ലാക്ടോബാസിലസ് ഉണ്ട്, സെക്കാരോമൈസിസ് ബൊളറാഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓർഗാനിസംസ് ഉണ്ട്, എൽ റുട്ടേറി, റാംനോസിസ്, ഇങ്ങനെ കുറേ ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പോൾ റിസർച്ച് ചെയ്ത് ഒത്തിരി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരേപോലെയല്ലേ ഈ കോമ്പിനേഷൻ, അതാണ് അവിടെ രസം. അപ്പം പാർവതിയുടെ ഒരു ജെനറ്റിക്സും പാർവതിയുടെ ലൈഫ് സ്റ്റൈലും പാർവതിയുടെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഇതനുസരിച്ചിട്ട് പാർവതിയുടെ ഗട്ട് ബാക്ടീരിയ, പക്ഷെ എൻ്റെത് ടോട്ടലി വ്യത്യാസമായിരിക്കും. അപ്പം നമ്മുടെ ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളിത് പ്രൊവൈഡ് ചെയ്യും. അതനുസരിച്ചിട്ടേ നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെ ഹെൽത്ത് ഇഷ്യൂസും വരുള്ളൂ, നമുക്ക് സോൾവ് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. പക്ഷെ ജനറൽ റൂൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും മോരോ തൈരോ എന്തെങ്കിലും ഫുഡിൽ ഉപയോഗിക്കാം. തൈര് കുറച്ചുകൂടെ ഫാറ്റിയാണ്, ഫാറ്റ് റിച്ച് ആണ്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ മോരാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം മോരിനകത്ത് ഇഞ്ചി ഉണ്ട്, അത് ദഹിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഈ പറഞ്ഞ കണക്ക് നമുക്ക് പിക്കിൾഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ച് ചെറുതായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് പുളിപ്പിച്ച വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അത്യാവശ്യം പ്രോബയോട്ടിക്സ് കിട്ടും. പിന്നെ ഇതെല്ലാം കിട്ടാത്തവർ സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും. കാരണം നമുക്ക് ഇത് എല്ലാ ദിവസവും മോരൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല അല്ലേ, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്, സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും. യെസ്.